ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ സൂപ്പർ സ്പ്ലെൻഡറിന് വണ്ടി എഞ്ചിൻ വർക്ക് കഴിഞ്ഞ് പോയതാണ്. അതിന് ശേഷം ഫസ്റ്റ് അതിൻ്റെ ഓയിൽ ഫിൽറ്റർ ക്ലീനിങ്ങിന് വന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽറ്ററും നമുക്ക് ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം, എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ കൂട്ടത്തിൽ കൂടെ റോട്ടർ ഫിൽറ്റർ കൂടി നമ്മൾ ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. ഓയിൽ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ സ്ക്രീൻ ഫിൽറ്റർ നമുക്ക് വരാം. സ്ക്രീൻ ഫിൽറ്റർ നമുക്ക് ശരിക്കും നോക്കുമ്പോൾ ആവറേജ് ഇത്രയും ബ്ലോക്ക് അതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ അത് നമ്മൾ സ്വാഭാവികമായിട്ടും വരുമെന്ന് പറയാൻ കാരണം നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് എങ്ങനെയൊക്കെ ചെയ്താലും നമ്മൾ തുടയ്ക്കുക ക്ലീൻ ചെയ്ത് കയറ്റുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഓയിലിൻ്റെ കൂടെ മിക്സായിട്ട് വന്നിട്ട് ഈ സ്ക്രീൻ ഫിൽറ്ററിൽ വന്ന് ബ്ലോക്ക് ആവും. അപ്പോൾ ഫിൽറ്ററിക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഇതിനകത്ത് നടക്കാം. ഒന്ന് സ്ക്രീൻ ഫിൽറ്റർ വെച്ചിട്ട് ഓയിൽ ഫിൽറ്റർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് ക്രാങ്ക് ഷാഫ്റ്റിനകത്തേക്ക് പോകുന്ന ഓയിലിനെ ഇവിടെ റൊട്ടേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന കൂടുതൽ വെയിറ്റുള്ള പാർട്സ് ഉണ്ട്, കണ്ടാമിനൻസ് എന്നൊക്കെ പറയും. ആ ഭാഗങ്ങളൊക്കെ ഇതേപോലെ വന്ന് അടിയാനകത്ത് ഇതിനെ റോട്ടർ ഫിൽറ്റർ എന്ന് പറയാം. അപ്പോൾ ഈ രണ്ട് ഐറ്റംസ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചേക്കണതാണ്. ഇത് സാധാരണ രീതിയിൽ എഞ്ചിൻ വർക്ക് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ ഒരു 500 തുടങ്ങിയിട്ട് 1000 കിലോമീറ്ററിനുള്ളിൽ പരമാവധി ഓടിച്ചാൽ 1000 കിലോമീറ്റർ മുകളിലൊന്നും ഓടിക്കരുത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു വർക്കാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് പോകണമുണ്ട്. പിന്നെ അതേപോലെ എൻ്റെ ബാക്ക് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിടക്കുന്നത് പുതിയ ലൈനറാണ്, പക്ഷേ കമ്പനി ലൈനറല്ല. അലൈഡ് എന്ന് പറഞ്ഞിട്ട് ANL എന്ന് പറഞ്ഞിട്ടുള്ള ലൈനറാണ് കിടക്കുന്നത്. ഇത് ശരിക്കും ഒറിജിനൽ ലൈനർ ഇട്ടാൽ തന്നെയാണ് നമുക്ക് ആ സൗണ്ടിൻ്റെ കേസ് ഇല്ലാതിരിക്കുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരയണ സമയത്ത് ഹബിനകത്ത് പൊടി കൂടുതലായിരിക്കും. അത് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയുണ്ട്. ആ പൊടിയും ആ ലൈനറിൻ്റെ ഹബിൻ്റെ ഇടയിൽ വരുമ്പോഴാണ് ആ ഒരു സൗണ്ട് കാണിക്കുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ. എന്തായാലും തൽക്കാലം നമ്മൾ മേടിച്ച് വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ തൽക്കാലം നമുക്കത് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഉരച്ച് വാട്ടർ പേപ്പർ ഇട്ട് ക്ലീൻ ചെയ്ത് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. തൽക്കാലം ഉണ്ടാവില്ല എന്നുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും. അത് ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ലൈനർ മാറ്റുമ്പോൾ ഒറിജിനൽ ലൈനർ ഇടാമെന്നുള്ളതാണ് കേട്ടോ. അതിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നുള്ളൂ. അതേപോലെ തന്നെ ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ കേസ് പറഞ്ഞല്ലോ, സ്ക്രീൻ ഫിൽറ്ററിൻ്റെ കേസ് പറഞ്ഞല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 ഓയിൽ ചേഞ്ചൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 2 ഓയിൽ ചേഞ്ച് കഴിഞ്ഞ് 3ാമത്തെ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഫിൽറ്റർ ഇതേപോലെ ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ എഞ്ചിൻ ലൈഫ് മാക്സിമം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. സാധാരണ രീതിയിൽ ഒരാളും പറയാറില്ല, ആരും ചെയ്യാറുമില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇതിനകത്ത് സ്ക്രീൻ ഫിൽറ്ററിൽ അത്യാവശ്യം അഴുക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അഴുക്കുകളുണ്ടാവും, അതിനകത്ത് വരും, അതിനകത്തൊന്ന് വരും. പിന്നെ അത് കൂടാതെ വന്നത് ഈ മെയിനായിട്ട് പ്രശ്നം കാണിക്കുന്നത് ഈ റോട്ടറിൻ്റെ ഉള്ളിൽ തന്നെ അഴുക്കാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലിമിറ്റ് വരെ ഇതിൻ്റെ ഉള്ളിൽ പിടിച്ചിരിക്കുള്ളൂ. കാരണം ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇതൊരു റഫായിട്ടുള്ളൊരു പ്രതലമാണ്. അവിടെ ഒരുവിധം ഒരു കോട്ടിങ് പോലെ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് അതിനകത്ത് പിടിക്കാത്തൊരു സിറ്റുവേഷനിൽ നേരെ ഈ ഹോള് വഴി എഞ്ചിൻ്റെ കണക്ടറോഡിലേക്ക് പോകും. അങ്ങനെ പതുക്കെ പോയി ആണ് മെയിൻ കംപ്ലൈൻറ്റുകൾ വരാം. അല്ലാത്ത സാഹചര്യത്തിൽ നോർമൽ ബെയറിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടോ ടെക്നിക്കലായിട്ടുള്ള പ്രശ്നം കൊണ്ടോ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത 90% കുറവാണ്. ഇതേപോലത്തെ വർക്കുകൾ ഇത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലൊക്കെ ഉരച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ച് വീഴുന്ന രീതിയിലുള്ള റഫായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ തേമാനമുണ്ട്, മറ്റു ഭാഗങ്ങളാണ്. അപ്പോൾ അതിൻ്റെ വരുന്ന ഭാഗങ്ങളാണ് ഇതിനകത്ത് വന്നിട്ട് അടിഞ്ഞു കൂടുക. അപ്പോൾ ഇത് ഈ പറഞ്ഞ രീതിയിൽ 2 ഓയിൽ ചേഞ്ചൊക്കെ കഴിഞ്ഞ് 3ാമത്തെ ഓയിൽ ചേഞ്ചിലൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. ഒരാളും പറയാറില്ല. നമ്മളുടെ ആവശ്യമാണെന്ന് കണ്ട് ചെയ്താൽ മാത്രമാണ് അത് നമുക്ക് മാക്സിമം ക്വാളിറ്റിയിൽ നമുക്ക് എഞ്ചിൻ കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അറിയില്ലെങ്കിൽ കൃത്യമായിട്ട് നോക്കി ആ രീതിയിൽ ചെയ്യാം. അത് പറഞ്ഞ് നമുക്ക് ആകെക്കൂടി നമുക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റുന്ന കൂട്ടത്തിൽ അത് അഴിച്ച് ചെയ്യുമ്പോൾ ഗ്യാസ്കറ്റ് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഈ ഗ്യാസ്കറ്റ് ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റും, പേപ്പർ ഗ്യാസ്കറ്റാണ്. അപ്പോൾ നമ്മൾ മാറ്റി റീസെറ്റ് വേണ്ടി വരും. പിന്നെ അഡീഷണൽ സർവീസ് ചാർജ് ക്ലച്ച് സൈഡ് അഴിക്കണതുകൊണ്ട് തന്നെ ഭാഗത്ത് ഏകദേശം ഒരു 200, 250 രൂപ, 250 തുടങ്ങിയിട്ട് മുകളിലേക്കാണ് അതിൻ്റെ ചാർജ് വരാം. അപ്പോൾ ആ പൈസയാണ് വരുന്നുള്ളൂ. അപ്പോൾ അതിട്ട് അധിക ചിലവായിട്ട് കണക്ക് കൂടാതിരിക്കുകയാണെങ്കിൽ എഞ്ചിൻ മാക്സിമം നമുക്ക് ലൈഫിലേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ വർക്ക് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഓൾറെഡി നമുക്ക് വാറണ്ടി പീരീഡിലുള്ള വർക്ക് ആയതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് കൂടിയാണ് ആ കൂട്ടത്തിൽ കൂടെ ചെയ്തു പോകണേ. അപ്പോൾ അതേപോലെ തന്നെ ബാക്കിയത്തെ സർവീസിൻ്റെ ഭാഗങ്ങളോട് കൃത്യമായിട്ട് ചെയ്യാം. 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്ററാണ് വാറണ്ടി പീരീഡ് പറഞ്ഞാണ്. അപ്പോൾ അതിനകത്തുള്ള സർവീസും കൂടി കറക്റ്റായിട്ട് ആയിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ചെയ്യേണ്ട രീതി കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതൊന്നുകൂടി വായിച്ച് മനസ്സിലാക്കാം. അതനുസരിച്ച് നമുക്ക് പറഞ്ഞു ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു.